ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മെൽബണിലുള്ള ബെറിക് സിറ്റിയുടെ മറ്റൊരു കാഴ്ചയിലേക്കാണ്. ഏവർക്കും ബെറിക്കിലേക്ക് സ്വാഗതം. ഒരു ചൈൽഡ് കെയർ ആൻഡ് കിൻഡർ ഗാർഡനാണ്. ഞാനിവിടെ നിന്ന് നേരെ ഈ ചെറിയൊരു കയറ്റം കയറി മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡോൾസെറ്റോ റോഡ്. ആ കാണുന്നത് ഡോൾസെറ്റോ റോഡാണ്. നല്ല വളരെ ഭംഗിയുള്ള വൃക്ഷങ്ങളാണ് കാണുന്നത്. ഇതുവരെയും ഒരു ചർച്ച് കണ്ടില്ല. ഇതെന്തോ വീടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വലിയ ബിൽഡിങ്ങാണ്, ചിലപ്പോൾ വീടായിരിക്കാം. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിലേക്കുള്ളൊരു ഗേറ്റാണ്. ആ ഗേറ്റിൽ എന്തെങ്കിലും ബോർഡുണ്ടോ നോക്കാം. പക്ഷെ ബോർഡുകളൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ ബ്രേബേൺ എന്ന് എഴുതിയിട്ടുണ്ടൊരു സ്ഥലപ്പേരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം സ്ട്രീറ്റിൻ്റെ പേരായിരിക്കും. വളരെ മനോഹരമായ ഒരു സ്ട്രീറ്റാണ്. മനോഹരമായൊരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. താഴ്വാരത്തിൻ്റെ ഒരു വ്യൂ ആണ്. ധാരാളം കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു. ഇത് ഹ്യുണ്ടായിയുടെ ഒരു വലിയ വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊന്നും കാണാൻ ഇല്ലാത്തൊരു വാഹനമാണ്. ഹ്യുണ്ടായിയുടെയാണ്. വലിയൊരു വാൻ ടൈപ്പാണ്. ഇപ്പം ഏതാണ്ട് സമയം നട്ടുച്ചയായിരിക്കുന്നു. 12 മണിയായി. ഇപ്പോൾ ഞാൻ ഒരു ഫുട്പാത്തിലൂടെ വീണ്ടും നടക്കുകയാണ്. ഫുട്പാത്തിൻ്റെ 1 കിലോമീറ്റർ വരെയുള്ള വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഫോർഡ് ഓസ്ട്രേലിയയിലെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുമുണ്ട്. ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ, കാറുകളും അതുപോലെ തന്നെ ട്രക്കുകളും പിക്കപ്പ് വാനുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. മനോഹരമായ വ്യൂ ആണ്. ഈ വൃക്ഷത്തിൻ്റെ പേരൊന്നും നിശ്ചയമില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇവയൊന്നും നമ്മുടെ കാണാത്ത തരത്തിലുള്ള വൃക്ഷങ്ങളാണ്. മനോഹരമായ വ്യൂ ആണ്. മനോഹരമായ ഗാർഡൻ ഓരോ വീടിൻ്റെയും മുൻഭാഗത്തുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ ഗാർഡനുകളാണ് ഇവിടെയുള്ളത്. ഇതെല്ലാം സിറ്റിയാണ്. ബെറിക് സിറ്റിയുടെ ഭാഗമാണ്. ഞാനിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ ക്രോസ് ചെയ്യുന്നതിന് പ്രത്യേക സിമ്പലുകളൊന്നുമില്ല, ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. കാരണം ഇതൊരു ബൈ റോഡാണ്. മെയിൻ റോഡിലാണ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നലുകളും മറ്റും ഉള്ളത്. ഞാനൊരു അവസരത്തിൽ വീണ്ടും സിഗ്നലുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ബെറിക് പട്ടണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെയെല്ലാം ധാരാളം ഷോപ്പുകളുണ്ട്.
അവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. ആ ഇന്ത്യൻ സ്റ്റോറിൽ മസാല ദോശയൊക്കെ കിട്ടും. ഇന്ത്യൻ ഡൈൻ ഇൻ ആൻഡ് ടേക്ക് അവേ എന്നൊരു ഷോപ്പുണ്ട്. അവിടെ മസാല ദോശകൾ, മറ്റു തരത്തിലുള്ള ദോശകളൊക്കെ ലഭ്യമാണ്. അതിനിപ്പുറേ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ ഗ്രോസറി ഐറ്റംസും ഈ കടയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതാ കാണുന്നതാണ് ശ്രീമുരുകൻ എന്നൊരു സൂപ്പർ മാർക്കറ്റ്. ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇതാ കാണുന്നത് ശ്രീമുരുകൻ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഈ ശ്രീമുരുകൻ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമായ എല്ലാ ഗ്രോസറി ഐറ്റംസും ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് വേണ്ട പല വ്യഞ്ജനങ്ങളെല്ലാം ഈ ഷോപ്പിലുണ്ട്. ഇന്ത്യൻസൊക്കെ ധാരാളം താമസിക്കുന്ന ഒരു ഇടമാണ് ബെർഗ്. ബെർഗിൽ ധാരാളം ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ മലയാളീസും ഉണ്ട്. അതുപോലെ തമിഴ്നാട്ടുകാരും എല്ലാം അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ബെർഗ്. ഇതാണ് ശ്രീമുരുകൻ സൂപ്പർ മാർക്കറ്റ്. ഇതൊരു ദോശക്കടയാണ്. മസാല ദോശ, ഇന്ത്യൻ ദോശ, അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ദോശകളും ലഭിക്കുന്ന ഒരു ഇന്ത്യൻ ഷോപ്പാണ് ഇത്. ഇതൊരു ബർഗർ പ്ലാസയാണ്. ബർഗർ വിൽക്കുന്നൊരു കടയാണ്. കാണുന്നൊരു പ്രൈമറി സ്കൂളാണ്. സ്റ്റോറി ഹൗസ് ഏർലി ലേണിംഗ് എന്നെഴുതിയിട്ടുണ്ട്. സ്റ്റോറി ഹൗസ് ആസ്പെൻ. ഇവിടെയുള്ളൊരു എന്തായാലും കുട്ടികൾക്കുള്ള ഒരു പ്ലേസാണ്. കുട്ടികളെ ചേർക്കുന്നതിനും അവിടെ പരിപാലിക്കുന്നതിനുള്ള ഒരു ഹോമാണെന്ന് വേണം കരുതാൻ. ഒരു ബസ് പോകുന്നു. അത് ബെർക്കിലേക്കുള്ള ബസ്സാണ്. ബെർഗ് ടൗണിലേക്ക് പോകുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഇപ്പോൾ കണ്ടത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ മോട്ടോർ ബൈക്കോ സ്കൂട്ടറോ ഓട്ടോറിക്ഷയോ ട്രാൻസ്പോർട്ട് ബസ്സുകളോ പ്രൈവറ്റ് ബസ്സുകളോ ഒന്നും കാണാനില്ല. കൂടുതലും ആൾക്കാർ സഞ്ചരിക്കുന്ന കാറുകൾ മാത്രമേ കാണാറുള്ളൂ. ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ക്രോസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഈ സീബ്ര ലൈൻ വഴി നമ്മൾ ക്രോസ് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഈ കാണുന്ന സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇതാ അപ്പുറയുള്ള ഒരു സിഗ്നൽ ലൈറ്റ് കാണാം. ഇപ്പോൾ അത് റെഡാണ്. ആ റെഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വിച്ച് ഞാനിപ്പോൾ പ്രസ് ചെയ്യണം. ഗ്രീൻ സിഗ്നൽ ഇട്ടപ്പോഴാണ് ഞാൻ ക്രോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഈ സീബ്ര ലൈൻ വഴി അപ്പുറമുള്ള ഫുട്പാത്തിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ ഫുട്പാത്തിലേക്ക് കടന്നു. ഞാനിപ്പോൾ ഈ കയറ്റമൊക്കെ കയറി മുകളിലെത്തി. നല്ലൊരു കയറ്റമായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ഫുട്പാത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല.
നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്കൾപ്ചറാണത്. ഒരു വൃക്ഷത്തിൻ്റെ സ്കൾപ്ചർ എന്ന് വേണേൽ പറയാം. ഇതൊരു ഫുട്പാത്ത് ഞാൻ ക്രോസ് ചെയ്യാണ്. ഫുട്പാത്ത് ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഏത് വയസ്സുള്ള ഫുട്പാത്തിലെത്തി. വളരെ മനോഹരമായൊരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുട്പാത്തിനോട് അനുബന്ധിച്ച് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി അതിമനോഹരമായ ഒരു ചെറിയ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ആ ഓവർ ബ്രിഡ്ജ് കൂടിയാണ് ഞാൻ നടന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. തിരിച്ചുള്ള ജേർണിയിലാണ്. ഇതൊക്കെ ചിലതൊക്കെ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തോ വർക്ക് നടക്കുന്നതിനാലാണെന്ന് തോന്നുന്നു. ഫുട്പാത്ത് മെയിൻ്റനൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി വേണം പോകാൻ, കുറച്ച് ദൂരം. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിൽ കൂടെ അല്പം നടന്ന് വീണ്ടും ഫുട്പാത്തിലേക്ക് കയറി അങ്ങനെ വീണ്ടും ഫുട്പാത്ത് പ്രവേശിച്ചു. വളരെ വിശാലമായ ഫുട്പാത്താണ്. അങ്ങനെ ഫുട്പാത്തിൽ കൂടെ കയറി ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഫോർവേഡ് ചെയ്തെടുക്കുക.